ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ നമ്മുടെ പരിപാടി എന്നാ നമ്മൾ ഇന്നത്തെ പരിപാടി കമ്പം, വീണ്ടും കമ്പം. നമ്മുടെ ഹിറ്റാച്ചിയുടെ കുറച്ച് സാധനം പോയി, പണിയാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മധുരയിൽ നിന്ന് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാർക്കറ്റിലോട്ടല്ല പോകുന്നത്, വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പെയർ പാർട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് മധുരയിൽ നിന്ന് ഒരു ബസ്സിന് കൊടുത്തു വിട്ടു. വന്ന ബസ് വഴി വെച്ച് പഞ്ചറായിപ്പോയി. ആ ബസ്സുകാരത് വേറൊരു ബസ്സെ കൊടുത്തു വിട്ടു. അങ്ങനെ ആ ബസ്സുകാരെ വിളിച്ചപ്പം 1:45 കമ്പത്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് കമ്പത്തിന് പോയി നോക്കാം. നല്ല വെയിലാണ്, നല്ല ചൂടും. ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വഴി പണിയാനായിട്ട് അതിന് നല്ല പൊടിയായി. ഇപ്പം ഇങ്ങോട്ട് തിരിയുമ്പോ കണ്ടോണെ മറ്റേ ഈ ഫിൽറ്റർ ഒക്കെ ഇടുന്ന പോലെ ഗ്രേ കളർ ആവും. മുഴുവൻ പൊടിയല്ലേ, വണ്ടി പോയിട്ടേ വഴിയെല്ലാം പോയി കിടക്കുമല്ലേ. റോഡ് അടയ്ക്കാൻ പോവാന്നൊക്കെ പറയും. റോഡ് ഉടനെ അടയ്ക്കും, പിന്നെ മാസങ്ങൾ അടച്ചിട്ട്. ഇത് മൊത്തം പണിത് റെഡിയാക്കി കഴിഞ്ഞിട്ട് തന്നെ ഫുള്ള് പോയി കിടക്കുമല്ലേ. അങ്ങനെയുള്ള പൈപ്പുകൾ സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഈ കലുങ്ക് പണിയാനുള്ളത് ഇത് മുഴുവൻ പണിതിട്ട് ഇനി തുറക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. 2 മാസം അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. അതുവരെ ഇനി കുമളിക്കൂടെ പോണോ? അതുവരെ അപ്പൊ കുമളിക്കൂടെ പോണോ? അതുവരെ ചിലപ്പോ കുമളിയിൽ കൂടെ പോകേണ്ടി വരും. അയ്യോ, കൊറേ ദൂരം ഇല്ലേ? 10-40 കിലോമീറ്റർ കൂടുതലാണ് കമ്പത്തിന് ഇനിയും പോകണമെങ്കിൽ. അല്ലേലും വഴി പണിയുന്ന നല്ലത്. ഇപ്പൊ തന്നെ നല്ല ഇതായി. വണ്ടി കൊണ്ട് സ്ഥിരം വരാൻ പോലും സ്ഥിരം ഇങ്ങനെ വഴി പോയി കിടക്കുവാണെങ്കിൽ എങ്ങനെ വരും? ഇപ്പൊ സ്ഥിരമായിട്ട് ചില പണിക്കാർ വണ്ടികൾ ഒത്തിരി ഓടുന്നുണ്ട്. ലോറികളും കയറിയിരുന്നു. ഈ മഴ മാറിയതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് പണി തീർക്കുമായിരിക്കും. അപ്പൊ ഇനി പണിക്കാരെ എങ്ങനെ വരും? കുമളി വഴി വരും. അയ്യോ, അപ്പൊ വേറെ 1000 കൊണ്ടേലും ചോദിക്കൂലോ? അതൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ പണിക്കാർ വണ്ടി മാത്രമായിട്ട് ചിലപ്പോ കയറ്റി വിടുമായിരിക്കും. ഏയ്, അങ്ങനെയൊക്കെ വിടുവോ? ചിലപ്പം ഇത്രയും ദൂരം കൂടുതലോടണ്ടേ. ഉണ്ടോ ലോഡുമായിട്ട് വണ്ടി കയറി വരുന്നുണ്ടോ? അങ്ങനെ വരുന്ന വണ്ടികൾ പോകുമല്ലേ? ഒരു ദിവസം ഇതിലേക്കൂടെ എത്ര ടോറസ് ഓടുന്നുണ്ട്? ഒത്തിരി വണ്ടി വരുന്നുണ്ട്, സിമെന്റും മണലും കല്ലും മിറ്റിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് വഴി കണ്ടമാനം പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം മഴ കൂടുതലല്ലായിരുന്നു, അതുകൊണ്ടോ എല്ലാ ഇതിലെല്ലാം വരുന്നുണ്ട് കയറി. ഇതുണ്ടോ വലിയ പൈപ്പ് ഇറക്കി ഇട്ടേക്കുന്നുണ്ടോ ഈ റോഡില്? അതായത് ഇവിടെ എല്ലാം ഓരോ കലുങ്ക് വരാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളമൊഴുക്ക് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് റോഡ് പോകുന്നത്. അത് വലിയ കലുങ്ക് പണിയാനായിട്ടുള്ള പൈപ്പൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാം മിക്കവാറും ഇതുണ്ടോ അവിടെ കിടക്കുന്ന അടുത്തത്. ഈ റോഡ് കുറച്ചു നേരം മുന്നേ അല്ലേ ഒന്ന് പൊളിച്ചിട്ട് പിന്നെ പണിഞ്ഞ് കുറെ കാലം അടച്ചിട്ടുണ്ട്. അതൊക്കെ ആ മേളിൽ കുറച്ചിടെ പോയി കിടക്കുന്നതാണ് റെഡിയാക്കാനായിട്ട് ചെയ്തതായിരുന്നു. അതെല്ലാം പിന്നെയും പോയി. ഇവിടെ അല്ലേ ഈ മഴക്കാലത്തേ ഭയങ്കര ഉറവയുണ്ട്, നല്ല വെള്ളമൊഴുക്കുള്ള സ്ഥലങ്ങളാണ്. വനത്തിൽ കൂടെ ഒക്കെ വരുന്നതല്ലേ. അപ്പം അതെല്ലാം ഇനി ഒന്ന് ക്ലിയർ ആയിട്ട് അവർ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ നല്ലപോലെ വർക്ക് എടുക്കും. 2 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം പോവും. വെയിൽ കാരണം ഒരു ഭംഗിയില്ലല്ലേ. അല്ലെങ്കിൽ നല്ല പച്ചപ്പല്ലായിരുന്നോ? ഇപ്പൊ നല്ല ഗ്രേ അല്ല, ഇപ്പൊ ഗ്രേ പോലെ മൊത്തം പൊടിയായി. അടച്ചിരുന്ന അത്രയും സമയം സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായിരിക്കില്ലേ? അവിടെ നിന്നല്ലേ മെയിനായിട്ട് ഇങ്ങോട്ട് കടയിലോട്ടൊക്കെ സാധനങ്ങൾ കയറി വരുന്നത്. അതെ, അതിപ്പോൾ വണ്ടി വാടക കൂടുന്നതനുസരിച്ച് സാധനത്തിൻ്റെ റേറ്റും വ്യത്യാസം വരും, കൂടും. താഴെ പോയി എടുക്കാൻ നിന്നാലും 10-40 കിലോമീറ്റർ ഓടണം. അങ്ങനെ കൂടുതൽ വരുന്നതനുസരിച്ച് വണ്ടിയുടെ വാടക കൂടും. കാടിൻ്റെ എല്ലാം ഭംഗി പോയി, മൊത്തം ഒരുമാതിരി ഭംഗിയ കളർ. അതന്നെ പൊടി അടിച്ച് വെയിലായില്ലേ, അപ്പം ഇലയെല്ലാം കരിഞ്ഞ് ഉണങ്ങി എല്ലാം ഒരു ഇലയുടെ മണ്ടയിലെല്ലാം പൊടി കയറി. വണ്ടി ഓടുമ്പോഴത്തേക്കിനും പൊടി കംപ്ലീറ്റ് ഈ ചെടികളെല്ലാം മൊത്തം പൊതിയുന്ന പോലെ. AC ഇട്ട് പോവാണെങ്കിൽ അറിയത്തില്ല, ഇല്ലെങ്കിൽ ഗ്ലാസ് തുറന്നൊന്നും വിടാൻ പറ്റുകയില്ല, മൊത്തം പൊടിയാവും. അപ്പൊ പിന്നെ ലോറിക്കാർക്കും കുഴപ്പമൊന്നുമില്ല, ലോറി എല്ലാം AC വണ്ടികളല്ലേ. ഞങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ ചൂടത്തായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. എഞ്ചിന്റെ ചൂടും എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. അതെല്ലാം കൂടെ വണ്ടിക്കകത്തോട്ടല്ലേ. ഇപ്പൊ ഓടിക്കുന്നവർക്കൊക്കെ എന്നാ സുഖമാണെന്നറിയാമോ? ഇപ്പോഴും ലൈലാൻഡ് ടാറ്റയുടെ ലോറികൾക്കകത്തൊക്കെ AC ഒന്നും ക്യാബിനൊന്നും ആയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. ഭാരത് ബെൻസിന്റെ അകത്തും ഒക്കെ ഉള്ളൂ. ശരിക്കും ഈ ഭാരത് ബെൻസ്, മാന് അങ്ങനെയുള്ള ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നാണ് ഇവിടെ ഒരു വ്യത്യാസം വന്നത്.
അതൊന്നും അങ്ങനെ ആൾക്കാര് മെയിനായിട്ട് ഈ ബാർബൻസ് അതൊക്കെ എടുക്കത്തുള്ളല്ലോ. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ പണ്ട് ലൈലാൻഡും ടാറ്റായും ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്കൊരു മിനിമം ഒരു ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ അവർ ഇറക്കുന്നുള്ളായിരുന്നു. വെളിയിൽ നിന്ന് ഭാരത് ബെൻസ് ഒക്കെ വന്നപ്പോഴാണ് നല്ല സർവീസും അതിനനുസരിച്ച് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടത്. അതുകൊണ്ടിപ്പോൾ മറ്റ് കമ്പനിക്കാരും നല്ല രീതിയിലുള്ള വാഹനങ്ങളൊക്കെ അവരുടെ മാർക്കറ്റ് പോകാൻ തുടങ്ങി. പ്രൈമയും അങ്ങനെയുള്ളതൊക്കെ ഇറക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഇപ്പം നല്ല ക്യാബിനൊക്കെ വെച്ച് AC ഒക്കെ ആക്കി സർവീസിലൊക്കെ ആകുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ചൂടാകത്ത്. അയ്യോ എഞ്ചിൻ്റെ ഒക്കെ അല്ലേ. ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ നല്ല ചൂടത്തൊക്കെ ഇരുന്നാണ് ഓടിക്കുന്നത്. കണ്ടോ വെയിലായപ്പോഴത്തേക്കിനും കണ്ടോ ഭയങ്കര വെയിലല്ലേ. വെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പത്തിന് വരാൻ തോന്നത്തേ ഇല്ല. ഇതുണ്ടോ ഈ പുളിയിലെല്ലാം കണ്ടോ പുളി പറിക്കാൻ തുടങ്ങി കേട്ടോ. തിരിച്ചു വരുമ്പോ കുറച്ച് പറിക്കാവേ. ഇല്ല ഇത് കുറെ എല്ലാം ആൾക്കാർ പറിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് പറിക്കാൻ ഒത്തിരി. നിറച്ചായി കണ്ടോ ഇഷ്ടം പോലെ പുളി. ഇതെല്ലാം ഓരോരുത്തർ പാട്ടത്തിന് എടുക്കുന്ന ഈ പുളിൻ തോട്ടങ്ങൾ വേറെ ഉണ്ട്. അതുകൂടാതെ ഈ വഴി സൈഡിൽ കൂടെ ഒക്കെ നിൽക്കുന്നില്ലേ, ഇത് സർക്കാരിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ സർക്കാർ അത് പാട്ടത്തിന് കൊടുക്കും. സ്ഥലമല്ല പുളി പറിക്കാനായിട്ട് പുളി പാട്ടത്തിന് കൊടുക്കും. PWDയുടെ സ്ഥലത്ത് നിൽക്കുന്നതിനൊക്കെ ആൾക്കാർ ലേലം എടുക്കും. എന്നിട്ട് അവർ തന്നെ ആൾക്കാരെ വെച്ച് പറപ്പിക്കും. എന്നിട്ട് എല്ലാം നല്ലപോലെ റെഡിയാക്കി. വളമൊന്നും ചെയ്യണ്ടല്ലോ. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ല, സീസൺ ആകുന്നതനുസരിച്ച്. മരമല്ലേ കണ്ടോ നല്ല വെയിലാ. വേളി നല്ല തണുപ്പല്ലേ. ഏറ്റവും സുഖം നമ്മുടെ നാട്ടിലാണ്. എന്നാ ചൂടാണേലും നമുക്ക് അവിടെ ഒത്തിരി തണുപ്പുണ്ട്. അവിടെ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞാലേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആകാശത്തിന്റെ ഒക്കെ കളർ കണ്ടോ. നമുക്ക് വലത്തോട്ട് പോയിട്ടേ ബൈപ്പാസ് റോഡേ പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഹൈഡ്രോളിക് ഓയില് പിന്നെ അങ്ങനെ കുറച്ച് പാർട്സ് ഒക്കെ വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. അതും വാങ്ങിച്ചിട്ട് 1:45 നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ ബസ്സേ വരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. 1 മണിയായി. 3 മണിയായി. അതെ തങ്കമ്പത്തുള്ളൊരു നല്ലൊരു സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ് തങ്കം സ്റ്റീൽസ്. അവിടെ കുറച്ച് നട്ട് ബോൾട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. തങ്കം ഗോൾഡാണ്. വലിയ കടയല്ലേ. വലിയ കടയല്ലേ. ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കുറച്ച് നട്ട് ബോൾട്ട് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ഹൈഡ്രോളിക് ഓയിൽ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയല്ലേ. ഇങ്ങനത്തെ വീഡിയോ വണ്ടിപ്പണി വീഡിയോ അല്ല. വണ്ടിയുടെ പണി നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. ഇല്ല നമ്മളെല്ലാം ഫുഡും അതും ഇതുമൊക്കെ അല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. ഫുഡ് പിന്നെ നമ്മൾ കൃഷി പിന്നെ നമ്മൾ ഏരിയയിലൊക്കെ വല്ലപ്പോഴും ഒക്കെ യാത്ര പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടോ. ഇഷ്ടംപോലെ തണ്ണിമത്തനൊക്കെ വന്ന് കിടപ്പുണ്ട് റോഡ് സൈഡിൽ നിറച്ച്. ഇനിയിപ്പോൾ ചൂട് കാലമല്ലേ, അപ്പോൾ അവർ തണ്ണിമത്തനൊക്കെ എന്തേരം ഉണ്ടെങ്കിലും ചിലവാകും. ഈ സമയമാകുമ്പോഴത്തേക്കിനും അത് കൃഷി ചെയ്ത് അവർ റെഡിയാക്കി വെക്കും. ഇവിടെ പിന്നെ ചായക്കാർക്ക് വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം ലാഭമാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ചായ. തമിഴ്നാട്ടുകാർക്ക് ചായ കൂടി കൂടുതലാണ്. ഇല്ലാതെ പറ്റത്തില്ല. എന്നാ ചൂടാണേലും. ഒരു കട ഉണ്ടായിരുന്നേ, ഒരു ഓയിൽ കിട്ടുന്ന റോയൽ ഓയിൽ സ്റ്റോർ. ഇവിടുന്ന് കുറച്ച് ഓയിലും കൂടെ എടുത്താൽ പോകാമായിരുന്നു. ഹൈഡ്രോളിക് ഓയിൽ 46. ഒരു ക്യാൻ കൊടുക്കുക ഫുള്ള്. எடுத்து வரணுமா? சரி சரி. எவ்வளோ வருது அது HP? 3,500. சரி ஒரு ഫുൾ എടുത്ത് വാങ്ങി. ഒന്ന് പോതും. കുറേ നേരം ആയില്ലേ, ഓയിലൊന്നും വന്നില്ലേ? അവൻ നമ്മളെ പോസ്റ്റർ പിടിപ്പിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. എന്നെ ഇപ്പോൾ വരാൻ 2 മിനിറ്റ് എന്നും പറഞ്ഞ് പോയതാ. ഇപ്പോൾ ഓയിൽ എടുക്കാൻ പോയതാ. ഹൈഡ്രോളിക് ഓയിൽ. ഹൈഡ്രോളിക് ഓയിലും ഒരു 5-10 കിലോ ഗ്രീസും വാങ്ങിക്കണം. നല്ല ആവിയുണ്ടല്ലേ.
ഒരു രക്ഷയില്ല, നല്ല ചൂടാ. ഹ്യൂമിഡിറ്റി കുറവാണ്, പക്ഷെ നല്ല ചൂടുണ്ട്. ചൂട് കൂടുതലാണ്, വെയിലും ഉണ്ട്, നല്ല വെയിലും. അങ്ങനെ നമ്മുടെ സാധനം എല്ലാം കിട്ടി കേട്ടോ. കുറേ നേരം നോക്കി നിന്നു. ബസ് താമസിച്ചാൽ വന്നത്. ഇത് നമുക്ക് തിരിച്ച് കയറി പോയിട്ടേ അവിടെ നമ്മുടെ മെക്കാനിക്കുകളൊക്കെ നോക്കിയിരിക്കുക. ഇനി ഇതവിടെ കൊടുക്കണം. കൊടുത്തിട്ട് വേണം എല്ലാം ശരിയാക്കിയിട്ട് സംഭവമെല്ലാം റെഡിയാക്കി പണിക്ക് വിടാൻ. അതുകൊണ്ടോ ചെന്തെങ്ങും അല്ലാത്ത കരിക്കും, 2 സൈസും കരിക്കിരിക്കുന്നുണ്ടോ. ചൂടായപ്പോഴത്തേക്കിനും ഫ്രൂട്ട്സും കരിക്കും തണ്ണിമത്തനും ഒക്കെ ഇഷ്ടം പോലെ റെഡിയായി വന്നിട്ടുണ്ട്. പൈപ്പ് ചൂടല്ലേ. ഇതൊക്കെ പറമ്പിലോട്ടൊക്കെ ഉള്ളതായിരിക്കും. ഇതൊക്കെ ഏലത്തിനൊക്കെ നനയ്ക്കാനായിട്ടുള്ള പൈപ്പുകൾ. ഇനിയിപ്പോൾ ഈ പൈപ്പൊക്കെ ഇഷ്ടം പോലെ വരാൻ തോന്നുന്നു. വേനലായില്ലേ, വേനലാകുമ്പോഴത്തേക്കിനും ഏലത്തോട്ടമൊക്കെ നനയ്ക്കണ്ടേ, അതിനുള്ള ലോഡുകളെല്ലാം കയറി വരും. നല്ല ചൂടാണ് കേട്ടോ. ഞാനെല്ലാം മേടിച്ച് കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായല്ലേ. അതെ, ഇപ്പോഴേ ഈ റോഡാണ് നല്ലതായത്. അവിടുന്ന് നേരത്തെ ആ റോഡായിരുന്നു നല്ലത്. ഇപ്പോൾ ഇവിടെ നല്ലപോലെ പണിതിട്ടു. ഇനിയിപ്പോൾ അവരുടനെ അത് പണിയുമല്ലേ, അപ്പോൾ 2 റോഡും നല്ലതായിക്കോളും. വഴി നല്ലതാണെ തന്നെ വണ്ടി ഓടിക്കാനൊരു സുഖമുണ്ട്. നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. ഇനി പണിത് ഇവരെന്ന് തരുമെന്ന് എനിക്കറിയത്തില്ല. അകത്തോട്ട് കയറ്റിയില്ല. അതിനകത്ത് കിടക്കുന്ന വണ്ടി ഒന്ന് വെളിയിൽ ഇറക്കി വിട്ടിട്ട് വേണ്ടേ ഈ വണ്ടി ഒന്ന് അകത്തോട്ട് കയറ്റാൻ. 1 മാസം കഴിഞ്ഞല്ലേ അവിടെ കിടക്കാന്ന് കേട്ടു. അകത്തെ 2-3 വണ്ടിയുടെ എഞ്ചിനൊക്കെ പണിതുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഇതൊന്ന് കയറ്റിയിടുന്നത്. കയറ്റിയാൽ പിന്നെ തീർത്തിട്ട് ഇറക്കാവുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരതെല്ലാം തീർത്തിട്ട് ഇത് അകത്ത് കയറ്റി പണിയാന്നും പറഞ്ഞിരിക്കുക. മൊത്തം പൊടിയും വെയിലും ഒക്കെ അടിച്ച് കിടക്കുക. ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് കൈ തുളച്ച് കുട്ടപ്പനാക്കി ഷെഡി കയറ്റി ഒതുക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തരണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സിറ്റി കൂടെ ഒന്ന് പോയി ഷെഡി ഇടണം. ലോങ്ങും പോകാനും നമ്മള് കോരിത്തോടിനൊക്കെ പോവാനേ 5 സീറ്ററും കൊണ്ട് പോയാൽ നമ്മൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ വണ്ടി നിറച്ച ആളുമായിരിക്കും. എവിടെ നിന്നാന്നറിയത്തില്ല, ആൾക്കാർ കൂടും. അതുകൊണ്ട് കോരിത്തോടിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് 7 സീറ്റർ തന്നെ വേണം. എവിടെ നിന്നാണെങ്കിലും 2-3 പേരെ കൂടെ കിട്ടുമല്ലേ. അതുകൊണ്ട് വണ്ടി വലിപ്പമുള്ള വണ്ടി വേണം. ശരിയാ, അതിനെ അമ്മ കൊണ്ടുവരണമെങ്കിൽ അവരും കൂടെ ഉണ്ടല്ലേ. വണ്ടി വലുതാണല്ലോ കൊണ്ടുവരാൻ പറ്റും. രാവിലെ ഞാനും അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോഴേ നിങ്ങൾ എന്നാ കഴിച്ചേ? ഞങ്ങള് അപ്പവും മുട്ടക്കറിയും. ചമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി തിന്നോ? അപ്പം ചേട്ടാച്ചനുണ്ടാക്കി. ആണോ? കറി അമ്മ വെച്ചായിരുന്നു. എനിക്ക് കാപ്പ് കുടിക്കാനും നേരം കിട്ടിയില്ല. ഞാൻ മുമ്പേ വന്നിട്ട് പിന്നെ ചോറുണ്ട്. രാവിലെ കഴിക്കാൻ പറ്റാഞ്ഞോണ്ടേ ഓരോരോ പണികളുമായിട്ട് നടക്കുമല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലോ? ഇല്ല. ഇനിയിപ്പോൾ ഏതായാലും ഉച്ച കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടോന്നൊക്കെ ചോദിച്ചാലുണ്ടല്ലേ. വെള്ളം ഇരിപ്പുണ്ട്, 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ട്. വെള്ളം കുടിക്കും. തൽക്കാലം ഒരു നേരം ആഹാരം കഴിച്ചില്ലേലും വെള്ളം കുടിച്ചാലും മതി. പോയാ ഉച്ച കഴിഞ്ഞു. നമ്മുടെ സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഹിറ്റാച്ച് കിടക്കുന്നത് തോന്നുന്നു കേട്ടോ. ചെയിനൊന്നും ഇല്ലല്ലോ. ചെയിനെല്ലാം ഊരിപ്പോയി. ചെയിനൊക്കെ സെറ്റാക്കണം. ചെയിനൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഇനി അടുത്ത പണി തുടങ്ങാൻ. സാധനമെല്ലാം ഇറക്കി തുടങ്ങാം. ഇതെന്നാ സാധനം? ഇത് ഹിറ്റാച്ചിയുടെ ട്രാക്ക് ടെൻഷൻ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഗ്രീസ് അടിക്കുമ്പോൾ ഈ ചെയിൻ ടൈറ്റ് ആകുന്നത്, അതിൻ്റെ ഒരു സീല് പോയായിരുന്നു. അത് പോയതുകൊണ്ട് ഇതുണ്ട്, ആ സീല് പോയതുകൊണ്ട് അതിൻ്റെ ചെയിനെല്ലാം ഊരിപ്പോയി. ഇനിയിപ്പോൾ ഇത് നമ്മളെ ബ്രോ ഇപ്പം ശരിയാക്കി ഇടാമെന്നാണ് പറയുന്നത്. അതെ, പോപ്പി മെയിലത്തിരുന്ന് പണിയുന്നുണ്ട്. സെറ്റാക്കട്ടെ. അതെ, ഇവനെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് താല്പര്യമെന്നാണ് പറഞ്ഞത്. അവനെ അതിന് വിട്ടേക്കാം അല്ലേ. ഞാനത് അവിടെ ചെന്ന് തപ്പി, അത് കണ്ടില്ലായിരുന്നു. അവൻ കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ
സംഭവം നമ്മൾ അതിൻ്റെ പുതിയ വീലും എല്ലാം കയറ്റിയിട്ട് ചെയിനും എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അത് ഗ്രീസ് അടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിയും. എത്ര ദിവസം പരിപാടിയാണെന്നറിയാമോ? 2 ദിവസം. ഇന്നലെയും പോയി സാധനം വാങ്ങിക്കാൻ, ഇന്നും പോയി. എന്നാ അമ്മേ പണി? ഞാൻ നാളത്തേനുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കുമായിരുന്നു. ഞങ്ങൾ ഇന്ന് വെറൈറ്റി വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ കമ്പത്തിന് പോയി ഹിറ്റാച്ചിയുടെ കുറെ പാർട്സ് ഒക്കെ മേടിക്കണമായിരുന്നു. ആ. പിന്നെ തേനിന്നെങ്ങാണ്ട് ബസ്സെ കയറ്റി വിട്ട കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഉം. അതൊക്കെ പോയി എടുത്തോണ്ട് വന്ന് ഉം. ഹിറ്റാച്ചി പണിയലായിരുന്നു. ഫുള്ള് നിങ്ങൾ തേനിക്ക് പോയോ? തേനിക്ക് പോയില്ല. കമ്പത്തിന്? ആ കമ്പത്തിന് പോയിട്ട് നിങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ. പിന്നെ ഹിറ്റാച്ചിക്ക് കുറെ സാധനം മേടിച്ചില്ല. ഞാനുണ്ടെങ്കിൽ എന്നതെങ്കിലും ഒക്കെ അലമ്പുണ്ടാക്കി വാങ്ങിപ്പിക്കുള്ളൂ അല്ലേ? അമ്മയ്ക്കല്ലേ ചന്തയൊക്കെ ഇഷ്ടം. നിങ്ങൾ പോയ ഒരു സാധനം വാങ്ങിക്കാതെ ഇനി പോരും. കമ്പത്തിന് പോയിട്ട് ഒരു കടല പോലും വാങ്ങിച്ചില്ലല്ലോ. ഇന്നലെയും പോയായിരുന്നു ഹിറ്റാച്ചിനെ ആ, മേടിക്കാൻ. ഞാൻ കമ്പം കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയാവോ? ഇനി വഴിയടച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ എടുക്കും. നിങ്ങൾ ഇന്നലെയും പോയി ഇന്നും പോയി. അന്നേരം പോവും, വണ്ടിക്കകത്തിരിക്കും, തിരിച്ചു വരും. ആണോ? വഴിപണി തുടങ്ങിയോ? തുടങ്ങിയില്ല. ആ. മുഴുവൻ പോയി കിടക്കുവോ? പണിയുന്നത് തന്നെ നല്ലത്. അല്ല, തുടങ്ങി വെച്ചോ? ഒന്നുമില്ലേ? ഇല്ല. ആണോ? എന്നാ തുടങ്ങുന്നേ? അത് വെട്ടിത്തെളിച്ചെന്ന് തോന്നുന്നു കുറച്ചടാ. ആ. ആണോ? പിന്നെ ഇന്ന് വൈകിട്ടത്തേക്ക് എന്നാ? വൈകിട്ടത്തേക്ക് ചോറുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, ആ. മത്തങ്ങാക്കറിയുണ്ട്, പിന്നെ പിന്നെ മീനച്ചാറുണ്ട് ഇന്നലത്തെ. പിന്നെ അതെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ? നാളത്തേക്ക് പിന്നെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. മുട്ട. അത് കേൾക്കാനാന്ന് എനിക്കറിയാം. പിന്നെ ഇത് നാളത്തേക്കുള്ള മെഴുക്കുവരട്ടിക്കുള്ള ചക്കക്കുരു അരിഞ്ഞു വെക്കാം. ചക്കക്കുരു മെഴുക്കുവരട്ടിയും മോര് കാച്ചി. ഒച്ചച്ചന്റെ കത്തി കയ്യിൽ അങ്ങോട്ട് താഴെ അതെ, വെക്കാൻ താഴെ തോന്നുന്നില്ലേ? വെക്കാൻ തോന്നുന്നില്ല. നല്ല സൂപ്പർ കത്തിയല്ലേ? മൂർച്ചയുള്ള കത്തി കൊണ്ട് അരിയാൻ നല്ല രസമാണ്. ആ, കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. എന്താ പോലെ അല്ലേ? ഉം. ഇതിപ്പോ ചുമ്മാ ചെത്തി വിട്ടാ പോരെ. ആ. ഇല്ല, അതുകൊണ്ട് അരിയണോന്ന്. അതെ അതെ, പരിയാനൊന്നും കിട്ടുന്നില്ലല്ലോ. ഇനി നമുക്ക് അരിഞ്ഞരിഞ്ഞ് മടുക്കണം. മറ്റേ ഓരോരോ സാധനം വരുന്നില്ലേ, ചക്ക സീസണും അതെ, പിന്നെ ഏത്തക്കായും. ചക്ക സീസണൊക്കെ ആയി വരുന്നു. ഇതിപ്പോ ഏന്തയാറ്റെന്ന് കൊണ്ടുവന്ന ചക്കക്കുരു. അത് കഴിഞ്ഞ ദിവസം തോരൻ വെച്ചു. നാളെ മെഴുക്കുവരട്ടി വെക്കും നമ്മള്. ഒരു ചാക്ക് ചക്കക്കുരു വന്നു വിട്ടേക്കുന്നത്. പെരിഞ്ജീരകവും 2 ഏലക്കായും ഗ്രാമ്പൂവും പട്ടയെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തിട്ട് സവോളയും കുരുമുളകും സവോളയും വെളുത്തുള്ളി ചക്കക്കുരു എല്ലാം കൂടെ ഇച്ചിരി മുളക് പൊടി ചതച്ച മുളകും എല്ലാം കൂടെ ഇട്ട് മെഴുക്കുവരട്ടിയാക്കും. ഞാൻ കാപ്പിപ്പൊടിക്കകത്തെ ജീരകവും ഉലുവായും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ച് ചേർത്തതാ. കണ്ടോ? അത് ഇളക്കി വെച്ചതിൻ്റെ ഇടയ്ക്ക് ഡിസൈൻ വരയ്ക്കാൻ വന്നേക്കുന്നത് കണ്ടോ? എത്ര രൂപയുടെ സാധനമാണെന്നറിയോ നീ പടം വരച്ച് കളിക്കുന്നത്? എത്ര? ഭയങ്കര വിലയല്ലേ? കാപ്പി കുരു കഴിഞ്ഞ ദിവസം ഇന്നലെ വിറ്റതിന് 350 രൂപ അങ്ങോട്ട് കിട്ടി. കാപ്പി കുടിക്കണ്ട. അതെ, കാപ്പി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ളതുകൊണ്ടല്ലേ. അതെ അതെ, ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? ഈശ്വരാ, കാരണന്മാര് കിടന്ന് കഷ്ടപ്പെട്ട് കാപ്പിക്കുരു ഒക്കെ പറിച്ച് ഉണക്കി പൊടിച്ച് തരുമ്പം അത് കുടിക്കും. എന്നിട്ട് അതിന്റെ വേളി പടം വരച്ച് കളിക്കുന്നു. 1000 രൂപയുടെ സാധനമാടേ ഇത്. അത് വരച്ചത് ഇട്ട് കഴിക്കാൻ വൈകുന്നേരം കഴിക്കാൻ എന്നതാ ഓപ്പി? ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ? ഇന്ന് ഉച്ചക്കത്തെ ചോറും മത്തങ്ങാക്കറിയും ബീട്രൂട്ട് തോരനും മീനച്ചാറും ഒക്കെ ഉള്ളൂ. എന്നാ മതി. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട്. പോപ്പിയുടെ ജോലി ഇന്നത്തെ കഴിഞ്ഞോ? അല്ലേ, പാക്കിങ് കഴിഞ്ഞോ? 3-4 ഓർഡർ ഉണ്ട്. ഞാനിപ്പോൾ അയച്ചുതരാം. നീ പാക്ക് ചെയ്തിട്ട് കിടന്നോ കേട്ടോ. കുറേ ദിവസമായി 12 മണിക്ക് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേലും ഇച്ചിരി നേരത്തെ കിടക്കണം, ഒരു 11:00. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.